ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് ഗായ്സ് നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ വീട് മാറി പുതിയൊരു വീട് വാങ്ങാൻ പോവാണ്. ബിക്കോസ് നമ്മുടെ ഈ വീട്ടിൻ്റെ ബിൽഡ് അതായത് ഈ ചെങ്കലൊക്കെ വെച്ച് ഇത്തിരി ഇളകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരു പുതിയ വീട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീട്ടിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ അവർ തന്നെ ആ വീട്ടിൽ ഫർണിച്ചേഴ്സൊക്കെ സ്പോൺസർ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവർ ഏതൊരു വണ്ടി തരും പറഞ്ഞിട്ടുണ്ട്. ഏതാ വണ്ടി എന്ന് നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. ഒരു 4 വീലർ വണ്ടി തരും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതായാലും അവിടെ പോയി നോക്കാം. പിന്നെ വീട് എന്ന് പറയുന്നത് ഇതേപോലെ നല്ല ലക്ഷറി ആയിട്ടുള്ള വീടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ കുറേ പൈസ ഉള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും അത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തായിട്ടാണ് ഗൈസ് വരുന്നത്. പിന്നെ ഗൈസ് നമ്മുടെ സിറ്റിയിൽ ഒരു പുതിയ വീട് വന്നു. ഞാനിപ്പോഴാണ് കാണുന്നത്. ഈ കയറ്റം കയറി എൻ്റെ ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. അവിടെ ഒരു പുതിയ വീട് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കത് വേണ്ട. നമുക്കിത് എവിടെ ഒരു അടിപൊളി വീട് വന്നിട്ടുണ്ട്. ഈ വീടാണ് ഗൈസ് നമ്മൾ ബുക്ക് ചെയ്തതും പൈസ പേ ചെയ്യും. വീടിപ്പോൾ മൊത്തത്തിൽ കാണുമ്പോൾ തന്നെ ഒരു അടിപൊളി ലുക്കുണ്ട്. അയ്യോ, നൈസായിട്ട് നമ്മൾ ഓടിയിൽ പോയി ഇടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. എൻട്രൻസ് ഗൈസ് ഒരു വിൻറ്റേജ് ആയിട്ടുള്ള ഗേറ്റൊക്കെ അടിപൊളി വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കിവിടെ കാർ പോർച്ചിൽ നമ്മുടെ വണ്ടി കാണാം. മഹേന്ദ്ര താറാണ് കേട്ടോ ഗൈസ്. അത് താറാണ്. ഗൈസ് അത് മഹേന്ദ്ര താറാണ്. ഈ വണ്ടിയാണ് തോന്നുന്നത് നമുക്ക് ഇവർ വീട് ഇതാക്കുമ്പോൾ തരുന്നത് തോന്നുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് ഏതായാലും വീട് ഞാനിന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഇപ്പോൾ എൻട്രൻസ് പറയുമ്പോൾ ഇങ്ങനെയാണ്. എൻട്രൻസിൻ്റെ ടോപ്പിൽ നല്ല ഡിസൈൻസൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ് ഫസ്റ്റ് തന്നെ ഞാൻ ഡൗൺ ഫ്ലോർ കാണിച്ചു തരാം. ഗ്രൗണ്ട് ഫ്ലോർ ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മുടെ മെയിൻ ഹാള് വരുന്നത്. കുറേ ലാമ്പ് വെച്ചിട്ട് കുറേ ഡിസൈനിങ് ഒക്കെ ഇട്ടിട്ട് ഗൈസ്. ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അത്യാവശ്യം വലിയ വീടാണ്. ഇവിടെയാണ് കിച്ചൺ വരുന്നത്. പിന്നെ ജസ്റ്റ് ഇതൊരു സ്ഥലമായിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ ഇതിൻ്റെ പുറത്ത് സ്വിമ്മിങ് പൂളുണ്ട്. ചെറിയ സ്വിമ്മിങ് പൂളാണ് കേട്ടോ. നമ്മുടെ പഴയ വീടിൻ്റെ അത്ര വലുതല്ല. എന്നാൽ നല്ല ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ സ്വിമ്മിങ് പൂളിൽ. അടുത്ത ഗൈസ് ഞാൻ ഇപ്പുറത്ത് കാണിച്ചു തരാം. ഇവിടെ കുറേ വേസ്റ്റ് ബിൻസ് ഉണ്ട്. വേസ്റ്റ് ബിൻസ് പറയുമ്പോൾ ഈ വേസ്റ്റ് ബിൻസ് ഉണ്ട്. പിന്നെ ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അതിൻ്റെ അയ്യോ ഗൈസ് നൈസായിട്ട് പണിപാടി. നമ്മൾ ജസ്റ്റ് തലയടിച്ച് വീണിട്ടേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമ്മുടെ ടെന്നീസ് കോർട്ട് വരുന്നുണ്ട് ഗൈസ്. ടെന്നീസ് കോർട്ട് വളരെ അടിപൊളിയായിട്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളി നെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ടെന്നീസ് കോർട്ടും അടിപൊളിയായിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേറെ സ്ഥലം കാണിച്ചു തരാം. സ്റ്റേഴ്സൊക്കെ അടിപൊളിയായി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. മൊത്തത്തിലൊരു റിച്ച് മാൻ്റെ വീട് പോലെ ഉണ്ട്. ഏതായാലും കുഴപ്പമില്ല. നമുക്കതിൽ ഈ വഴി കയറാം. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാം കുറേ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തിനാ ഇവിടെ എന്നറിയില്ല. മരങ്ങൾ കുറേ വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് നമുക്കതിലിപ്പോൾ വീട്ടിൻ്റെ അകത്തോട്ട് പോകാം. ഈ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. അത് നിലത്ത് വിരിച്ചിരിക്കുന്ന ഡിസൈൻ. ഗൈസ് നമുക്കിതായിരുന്നു ഫസ്റ്റ് ഫ്ലോർ. മുകളിലത്തെ ആകെ ഒരു ഫ്ലോറേ ഉള്ളൂ. ഏതായാലും ഫസ്റ്റ് ഫ്ലോർ മുകളിലത്തെ ഫ്ലോറിലേക്ക് നമുക്ക് ഏതായാലും പോകാം. മുകളിലത്തെ ഫ്ലോറിൽ ഇപ്പോൾ കാണാൻ മാത്രം പറയുമ്പോൾ ഇവിടെ കുറച്ച് വേസ്റ്റ് ഇടാനൊരു സ്ഥലം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ജസ്റ്റ് ഒരു ഇരിക്കാനായിട്ടൊരു സ്ഥലം. പിന്നെ ഇവിടെ ഡ്രസ്സിങ് റൂമാണ്. പിന്നെ ഇവിടെ ഗ്ലാസ് വെച്ചിട്ടുണ്ട് തോന്നുന്നു. ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഗൈസ്. അയ്യോ ഗൈസ്, ഞാൻ ഗ്ലാസ് വെച്ചിട്ടുണ്ട് വിചാരിച്ചു. എന്നാൽ ഗ്ലാസ് വെച്ചിട്ടില്ല. നൈസായിട്ട് പണി പാളി. നമ്മൾ മുകളിൽ നിന്ന് താഴെ വീണതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ സൂക്ഷിക്കണം. ഇവിടെ ഗ്ലാസ് ഇല്ല. അപ്പോൾ നമ്മൾ മെല്ലെ അപ്പുറത്തേക്ക് പോകാവുള്ളൂ. പക്ഷേ ഈ ബാൽക്കണി ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. പെട്ടെന്ന് താഴെ വീഴും. അറിയാത്ത ഒരാളാണെങ്കിൽ എന്നെ പോലെ ഇപ്പോൾ വീഴും. അപ്പോൾ ഗൈസ് പിന്നെ ഈ വീട്ടിൽ കുറേ വേസ്റ്റ് ബിൻ ഉണ്ട്. എന്തിനാ അത്ര വേസ്റ്റ് ബിന്നൊന്നും അറിയില്ല. അവിടെ വേസ്റ്റ് ബിൻ, ഉള്ളിലൊരു വേസ്റ്റ് ബിൻ, 2 വേസ്റ്റ് ബിന്ന് ഉള്ളിൽ. അങ്ങനെ ഓരോ മൂലയ്ക്കും വേസ്റ്റ് ബിൻ ഉണ്ട്. ഭയങ്കര ക്ലീനായ ഹൗസ് ആയിരിക്കണം വിചാരിച്ചിരിക്കുന്നത്. ഇപ്പുറത്തെ വേസ്റ്റ് ബിൻ. ഇതെന്താണിത്? വേസ്റ്റ് ബിന്നിൻ്റെ കടയോ? അപ്പുറത്തുണ്ടോ? വീണ്ടും വേസ്റ്റ് ബിൻ. ഏതായാലും നമുക്ക് വലിയ സീനൊന്നുമില്ല. പുറത്തുകൂടെ വണ്ടിയൊക്കെ കൊണ്ടുപോകും കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ വഴി പോവാം. പിന്നെ ഗൈസ് ഇവിടെ പ്രത്യേകിച്ച് കാണാനില്ല. ഇവിടെ ഒരു ചെറിയ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹാള് വരുന്നുണ്ട് കേട്ടോ. ഒരു ബെഡ്റൂമും കൂടെ വരുന്നുണ്ട്. ടോട്ടൽ 2 ബെഡ്റൂം വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ വഴി പോവാം. ഇത് പറയുന്നത് ആർക്കും അറിയാത്തൊരു സീക്രട്ട് വഴിയുണ്ടോ ഗൈസ്. ഈ വഴി നമുക്ക് ടെറസ് മുകളിലേക്ക് എത്താൻ പറ്റും. ടെറസിലേക്ക് കയറാൻ വഴിയൊന്നുമില്ല. ഈ വഴി കൂടെ നമുക്ക് സുഖമായി ടെറസിലേക്ക് എത്താൻ പറ്റും. പിന്നെ ടെറസ് പറയുന്നത് അടിപൊളിയാണ്. ഒരുമാതിരി മരുഭൂമിയിൽ പോയ മാതിരി ഫുള്ള് സാൻഡൽ പെയിൻറ്റ് കൊണ്ട് അടിച്ചിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല. അടിപൊളിയാണ് കേട്ടോ ഗൈസ്. ഏതായാലും
നമുക്കതിൽ താഴെ ഇറങ്ങാൻ പറ്റുമോ? അയ്യോ പറ്റില്ല ഗായ്സ്. അയ്യോ വീണ്ടും ഞാൻ തലയടിച്ച് വീണു കേട്ടോ. കുഴപ്പമില്ല, ഒന്ന് എണീക്കട്ടെ. ഗായ്സ് നിങ്ങൾക്കിത് അവിടെ കാണാം, നമ്മുടെ താർ ഇവിടെ കിടക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്താലും ഈ താർ എടുത്തിട്ട് ഒരു റൈഡ് പോയി നോക്കട്ടെ ഗായ്സ്. താർ ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല, മുമ്പ് എപ്പോഴും ഓടിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഓർമ്മയൊക്കെ മറന്നു പോയി. അതായത് നമുക്ക് താറൊന്ന് ഓടിച്ച് നോക്കാം. ഇവിടെ നിന്ന് കിട്ടിയ താറായതുകൊണ്ട് വലിയ ക്വാളിറ്റി ഉണ്ട് വിചാരിക്കണം. കുഴപ്പമില്ല കേട്ടോ, സാധാ താറ് പോലെ തന്നെ ഉണ്ട്. ഇത്തിരി മോഡിഫൈ ചെയ്യണം, എന്നാലേ അതിൻ്റെ ഓടിക്കുമ്പോൾ ഒരു സുഖം കിട്ടുള്ളൂ. ഇത് സ്റ്റോക്ക് വണ്ടിയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ താറ് പറയുമ്പോൾ പണ്ട് മുതൽ ഓഫ് റോഡിൻ്റെ ആളായതുകൊണ്ട് നന്നായി പോകുന്നുണ്ട്. അതായത് നമുക്ക് പിന്നെ എടുക്കാം കേട്ടോ വണ്ടി. അപ്പോൾ നമുക്ക് വണ്ടി ഏതായാലും ഉള്ളിലേക്ക് കയറ്റി വയ്ക്കാം. ഈ താർ ആ പോർച്ചിനുള്ളിൽ കിടക്കുമ്പോൾ ഏതല്ലേ ലുക്ക് ഏതായാലും. പക്ഷെ നമ്മളിങ്ങനെ തിരിച്ചു കയറണം. നമുക്കൊരു കാര്യം ചെയ്യാം, പഴയ പോലെ തന്നെ കയറ്റാം, എന്നാലേ വീട് കാണാൻ വരുന്നവർക്കൊരു ലുക്ക് ഫീൽ ചെയ്യുന്നു. അയ്യോ ഇതെന്താ വണ്ടി ഇവിടെ പെട്ടാ? ഇല്ല, ഓ ജസ്റ്റ് മിസ്. ഓ ഗൈസ്, മെല്ലെ അങ്ങോട്ട് കയറ്റാം, മെല്ലെ. തട്ടരുത്. ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടി അകത്ത് കയറ്റിയിട്ടുണ്ട്. ഇതെന്തത് അവിടെ ഒരു ഗൈസ്, ഒരു മിനിറ്റ്, ഞാൻ എന്തോ കണ്ടു അവിടെ. നമ്മൾ ആ വഴി പോകാൻ മറന്നു കേട്ടോ ഗൈസ്. ഇവിടെ പറയുമ്പോൾ വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഇത് ഇങ്ങനെ ഒരു ഇത്, അതായത് കാർ പോർച്ചിലേക്ക് പോകാൻ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് ഒരു വഴി, അത്രേ ഉള്ളൂ ഗൈസ്. ഇതേ നമ്മൾ നേരെ കിച്ചണെത്തും. കിച്ചണിൽ പറയുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ അടിപൊളിയാണ് കേട്ടോ ഗൈസ്. വെളിയിൽ കൂടെ പോകണ വണ്ടിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് ഇവിടുന്ന് കേൾക്കാൻ പറ്റും. ഇതേ ഗാർഡനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ബൈ ബൈ.